ഗുഡ് മോർണിംഗ്. മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ നമ്മുടെ പെറ്റൂണിയ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ജൈവവളത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ ചെടികൾ ഹെൽത്തി ആയിട്ട് വളരാനും പിന്നെ ഒരുപാട് പൂക്കൾ തരാനും ഒക്കെ ഈ ഒരു വളം സഹായിക്കുന്നുണ്ട്. അപ്പം അതെന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഉപയോഗിക്കുന്ന വളം മറ്റൊന്നുമല്ല, ഉള്ളിയുടെ തോല് 2 ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് ആണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് പെറ്റൂണിയയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ പിടിക്കാനും ഈ ഒരു വളം നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വളം ഞാൻ ഉപയോഗിക്കുന്നത് 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി 2 ദിവസം കൂടുമ്പം എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞാണ് നിങ്ങൾ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികളിൽ കൊടുക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതിന് അത്ര ഒരു കാഠിന്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇരിക്കും തോറും ഇതിൻ്റെ വീര്യം കൂടി വരും. അപ്പോൾ ആ വീര്യം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് നമ്മൾ നേർപ്പിച്ചിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം ആ 2 രീതിയിലാണ് ഈ ഒരു വളം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഒരുപാട് രീതിയിലുള്ള ചെടികൾക്ക് വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ പുളിപ്പിക്കാൻ വയ്ക്കുന്ന ഒരു പാത്രം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ടൈറ്റായിട്ടുള്ളൊരു പാത്രമായിരിക്കണം. കാരണം മറ്റുള്ള ജീവികളോ പ്രാണികളോ ഒക്കെ ഈ ഉള്ളിത്തോലിടുന്ന സമയത്ത് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് വന്നിരുന്ന് മുട്ടയിട്ട് പുഴുക്കളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ചെടികൾക്ക് അത്ര നല്ലതല്ല. കാരണം പുഴുക്കളൊക്കെ വന്ന് ചെടികൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഇതിട്ട് അടച്ച് പുളിപ്പിക്കാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. വെള്ളം മാത്രമായിട്ട് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. കപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ നിന്നും നമ്മൾ അതിൻ്റെ വെള്ളം മാത്രമായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഉള്ളിയുടെ തോലുകളോ ഒന്നും വരാൻ പാടില്ല. ഈ ഒരു സൊല്യൂഷൻ മാത്രമായിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വെള്ളമായതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഒഴിക്കാം. ഇനി 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേർപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഓരോ ചെടിയുടെയും ചോട്ടിലായിട്ട് ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല റിസൾട്ടാണ് ചെടികൾക്ക് കിട്ടുന്നത് കേട്ടോ. പ്രത്യേകിച്ച് പെറ്റൂണിയ പ്ലാന്റുകൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികൾക്കൊക്കെ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഈ ഒരു വെള്ളം കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. പിന്നെ ഇതിനൊരു രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമുള്ളത് കൊണ്ട് മറ്റുള്ള പ്രാണികളും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വന്ന് അട്രാക്റ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കീടനാശിനിയായിട്ടും പ്രവർത്തിക്കുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ്. പൊട്ടാസ്യം, കാൽസ്യം, അയൺ എന്നീ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് ഈ ഒരു ഉള്ളിയുടെ തോല് നമ്മൾ പുളിപ്പിച്ചൊഴിക്കുന്ന വെള്ളം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെറ്റൂണിയ ചെടികൾക്കും അതുപോലെ തന്നെ മറ്റ് ചെടികൾക്കും നല്ല ആരോഗ്യത്തോട് വളരാനും ഒക്കെ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പണച്ചെലവില്ലാതെ എങ്ങനെയാണ് ഒരു വളം ഉണ്ടാക്കണമെന്ന് അത് ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.